കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റിന്റെ 5ാമത് വാർഷികാഘോഷവും കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കലും നടന്നു. കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് കലാകാരി ഉഷ നങ്ങ്യാർ ഉദ്ഘാടനം ചെയ്തു. കടലാശ്ശേരി KMLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റി PS ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. രാജൻ നെല്ലായി മുഖ്യപ്രഭാഷണം നടത്തി. മാനേജിംഗ് ട്രസ്റ്റി M രാജേന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ ജോബി ജോൺ എന്നിവർ സംസാരിച്ചു. കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ആവശ്യമായ അറിവ് പകർന്ന സംസ്കാര മൂല്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനവം സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. സെക്രട്ടറി KB സുരേഷ്, P ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും മാനവത്തിനെക്കുറിച്ച്, അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച്, അതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇത്തരം സാംസ്കാരിക സദസ്സുകൾ, സാംസ്കാരിക വേദികൾ, കലാ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുക എന്നൊക്കെയുള്ളത്. 5 വർഷമായി ഇത് ആരംഭിച്ചിട്ട് എങ്കിലും കൊറോണയുടെ കാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടന്നിരുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ആലോചനാ യോഗങ്ങളും അതിൻ്റെ രൂപീകരണവും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷം മുതലാണ്, കഴിഞ്ഞ ഈ 2 വർഷങ്ങളായിട്ടാണ് വളരെ സജീവമായിട്ട് ഈ മാനവം സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. നല്ലൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഒരു ചുവട് വെച്ചു തുടങ്ങിയത് 2023 ഒരു ക്യാമ്പ് എന്ന ആശയം ചർച്ച ചെയ്തു. 10 ദിവസത്തെ ക്യാമ്പ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെയാണ് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് എങ്ങനെ നടത്താം എന്നുള്ള ഒരു അറിവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പലവരിലൂടെയും ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങളത് പരിപൂർണമായി 100ഓളം കുട്ടികളെ ഓരോ വീടുകളിലേക്കും മാനവത്തിൻ്റെ വനിതാ അംഗങ്ങളും ഞങ്ങളും കൂടി ഓരോ വീടുകളിലും ചെന്ന് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ക്യാമ്പ് എത്രത്തോളം നമ്മുടെ മക്കൾക്ക് നന്മ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അത്രയും കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞത്.